ജിജീഷ്, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നു, പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, പിന്നീടൊക്കെയും തിരക്കിട്ട നീക്കങ്ങളാണ്. അതായത് ഈ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുന്നത് വരെ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പല രീതിയിൽ പല കോണുകളിൽ നിന്നും വേട്ടയാടുന്ന ഒരു സമീപനം, അതൊക്കെയും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള, ചില അധികാര ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൃത്യമായൊരു നിർദ്ദേശം, അത് തന്നെയാണ് പോലീസ് ആ രീതിയിൽ തന്നെ പാലിച്ചു പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? കെ.പി., ഇവിടെ പോലീസ് സ്വന്തം നിലയ്ക്ക് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഇന്ന് നടന്നിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള നാടകീയ രംഗങ്ങളെന്ന് വ്യക്തമാണ്. കാരണം ഓരോ ഘട്ടത്തിലും ഓരോ മിനിറ്റിലും കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ടി.ജിയുടെ വീട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് പല നിർദ്ദേശങ്ങളും ലഭിക്കുന്നത്. അതായത് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടി.ജിക്ക് എതിരായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ഒരു മൊഴിയെടുക്കാൻ മാത്രമാണ് വരുന്നത്, ചില ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിക്കാൻ മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ അതൊരു ചോദ്യം ചെയ്യലാക്കി മാറ്റുന്നു. പിന്നീട് തങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ എത്തിയതാണ്, കസ്റ്റഡിയിൽ എടുക്കുമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് ഏതാനും മണിക്കൂറുകൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് നിന്ന ശേഷം, അതായത് ആ വീട്ടിൽ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്ന വിധം വിവിധ അസുഖങ്ങൾ ബാധിതരാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ അവശതകൾ നേരിടുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിനകത്തും പുറത്തുമായി നിന്നുകൊണ്ട് വലിയ തോതിൽ, അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്ന നിലയിലേക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ ആ വീട്ടിൽ തങ്ങുന്നു. ആ വീട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വീട്ടുകാരെ അടക്കം അവർക്കെല്ലാം തന്നെ അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ തങ്ങുന്നു. അതിനുശേഷം ടി.ജിയെ പുറത്തേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, മെഡിക്കൽ പരിശോധന നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോഴെല്ലാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീൻ ഉണ്ടാക്കുക, കൃത്യമായി തന്നെ അത് ചർച്ചയാക്കുക. തങ്ങൾ ആരാണോ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്, ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണോ ആ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. അത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണെങ്കിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണെങ്കിലും ഇനി CPM-ന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടുകൾ പറയുന്നവരെ അവരെ നിശബ്ദരാക്കുക, ഒപ്പം തന്നെ ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ നിശബ്ദരാക്കുക, കൃത്യമായി തന്നെ മതകാര്യങ്ങൾ തുറന്നു പറയുന്നവരെ അവരെ മതവാദികളാക്കി ചിത്രീകരിച്ച് ജയിലിലടക്കുന്ന, തുറങ്കിലടക്കുന്ന ഒരു നില തുടരുക. അതുതന്നെയാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കീഴിലായിരുന്നില്ല അവരാരും സംഘടിച്ചു വന്നിരുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായി അവിടെ ഒരു പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ജനങ്ങൾ ഓരോരുത്തരായി ടി.ജിയുടെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പമാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം, അദ്ദേഹത്തിന് അനുകൂലമായ നിരന്തരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആ വാഹനത്തിന് പിന്നാലെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് പിന്നാലെ അവരും നടന്നു നീങ്ങി. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ജ്വാല തന്നെ തീർക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. അതെല്ലാം തന്നെ അദ്ദേഹം ഉയർത്തുന്ന പ്രസക്തമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമായി തന്നെ നിൽക്കുന്നു. നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ, അത് അദ്ദേഹത്തിൻ്റേത് മാത്രമായ ചില അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാനും അത് വലിയ തോതിൽ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത് ആണ് എന്ന് വരുത്തി തീർക്കാനും എല്ലാമുള്ള ശ്രമങ്ങളാണ് കൃത്യമായി തന്നെ അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുണ്ടാകുന്നത്. ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ കനപ്പിക്കുന്നു, അതിനുശേഷം പോലീസിനെ ഉപയോഗിച്ച് ഈ രീതിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന നിലയിലേക്ക് വരെ എത്തിച്ചേർക്കുകയും ചെയ്യുന്നു. കെ.പി., അതിനെയാണ് തിരക്കിട്ട നീക്കം. ആ രീതിയിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെ വേട്ടയാടിയിരിക്കുകയാണ് വീണ്ടും പോലീസ്. ഡൽഹിയിലെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വീട്ടിൽ കയറിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ.